ആറ്റിങ്ങൽ NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ വാഹന പ്രചാരണ ജാഥയ്ക്ക് നേരെ അക്രമം ഉണ്ടായ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതികളെ ജാമ്യത്തിൽ വിട്ടയച്ചു. പള്ളിക്കൽ കുട്ടിയമുക്ക് സ്വദേശി സഹീറിനെയാണ് വിട്ടയച്ചത്. ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേർക്കായി തിരച്ചിൽ നടത്തുന്നതായി പോലീസ് അറിയിച്ചു. അതേസമയം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രതികരിച്ചു. രാജീവ് ചന്ദ്രശേഖർ, കുമ്മനം രാജശേഖരൻ എന്നിവരും വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഈ മുരളീധരന്റെ വാഹന പ്രചാരണ ജാഥയ്ക്ക് നേരെ അക്രമമുണ്ടായ സംഭവത്തിൽ അറസ്റ്റിലായ ഒരാൾ, അയാളെ ജാമ്യത്തിൽ വിട്ടയച്ചു. മാത്രമല്ല മറ്റു രണ്ടുപേരെ ഇതുവരെ പിടികിട്ടിയിട്ടുമില്ല. ഇത് എത്തരത്തിലുള്ള പോലീസിന്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച എന്ന് തന്നെ നോക്കിക്കാണോ? സംഭവത്തിൽ BJP എങ്ങനെയാണ് പ്രതിഷേധം അറിയിക്കുന്നത്? ലക്ഷ്മി, ശക്തമായൊരു പ്രതിഷേധം വി മുരളീധരന്റെ വാഹന പ്രചരണ ജാഥയ്ക്കെതിരെ അക്രമം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ തന്നെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു, ഈ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. മറ്റ് BJP നേതാക്കളും ഇതിൽ ഒരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ അക്രമവുമായി ബന്ധപ്പെട്ട് സമൂലമായ രീതിയിൽ എല്ലായിടത്തും വളരെ ശക്തമായ രീതിയിൽ ഒരു പ്രതിഷേധവും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ അറസ്റ്റ് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ ദുർബലമായ ചില വകുപ്പുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഈ സംഘം ചേർന്നുള്ള ആക്രമണം, അതുപോലെ തന്നെ അസഭ്യം പറയുക, ഇത്തരത്തിലുള്ള ദുർബലമായ ചില വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം തുടർന്ന് രണ്ടുപേർ ഇനിയും അറസ്റ്റിലാവാനുണ്ട്. അവരെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഒളിവിൽ പോയി എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇവർക്ക് ഈ രണ്ട് പ്രതികൾക്കായിട്ടുള്ള തിരച്ചിൽ നടത്തുന്നുവെന്നും പോലീസ് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് ഒരു കാരണം. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവം ഉണ്ടാവുന്നത്. വി മുരളീധരന്റെ വാഹന പ്രചരണ ജാഥ ആറ്റിങ്ങൽ സമീപം പള്ളിക്കലിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ആക്രമം ഉണ്ടാകുന്നത്. ഒരു ബൈക്കിൽ 3 പേർ അടങ്ങിയ ഒരു സംഘമാണ് അക്രമത്തിനായി എത്തിയത്. 3 തവണ ഇവർ ഈ വാഹന റാലിക്ക് നേരെ വരികയും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഒരു സംഘം വാഹന ജാഥ കടന്നു പോവുകയാണ്. ഈ ജാഥയ്ക്ക് നേരെയാണ് അസഭ്യം പറയുകയും അതുപോലെ തന്നെ ഈ 3 തവണയും വി മുരളീധരൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് സമീപത്തെത്തുകയും അസഭ്യം പറയുകയും ആക്രോശിക്കുകയും ഒക്കെ ചെയ്തു. ഇങ്ങനെയാണ് കടന്നുപോയത്. ഒരു സംഘർഷം ഉണ്ടാക്കുവാനുള്ള പദ്ധതി തയ്യാറാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രകോപനപരമായ നീക്കങ്ങൾ കൊണ്ട് ഒരു സംഘർഷം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ എത്തിയതെന്ന് വേണം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. പലതവണ ഇത് ആവർത്തിക്കുകയും ചെയ്തു. തുടർന്നാണ് വാഹനജാഥ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏകദേശം അരമണിക്കൂറോളം ഇങ്ങനെ വാഹനജാഥ നിർത്തിവെക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പള്ളിക്കൽ പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും പോലീസിനോട് പരാതി അറിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് വാഹനജാഥ തുടർന്നു പോകുന്നതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഈ വി മുരളീധരൻ സ്വീകരിച്ച സമീപനമാണ്. ഇത്തരത്തിൽ ഒരു സംഭവം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതോടുകൂടി പ്രവർത്തകരും പ്രക്ഷുബ്ധരാകുന്ന സാഹചര്യമുണ്ടായി. അവരെയും തഞ്ചപ്പെടുത്തി നിർത്തിക്കൊണ്ട്, സമാധാനിപ്പിച്ച് നിർത്തിക്കൊണ്ട് വാഹനജാഥ മുന്നോട്ട് പോകാനുള്ള നീക്കം വി മുരളീധരന്റെ ഭാഗത്തുണ്ടായി. അതുകൊണ്ട് തന്നെ വലിയ സംഘർഷങ്ങൾ ഒഴിവാക്കാനും സാധിച്ചു എന്നാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പിടികിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണം നടക്കുന്നെന്ന് പോലീസ് പറയുമ്പോഴും ഇവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ രണ്ടുപേരിൽ ആണ് ഒരു മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ മകനും ഉൾപ്പെട്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ CPMന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാകുമോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് CPM മുൻ പഞ്ചായത്ത് അംഗത്തിന്റെ കൂടി ഒരു മകൻ കൂടി ഉൾപ്പെട്ട സംഭവമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതിൽ പാർട്ടിയുടെ പരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാകുമോ എന്നൊരു സംശയം കൂടി BJP പ്രവർത്തകர்களടക്കം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. എന്നിട്ടും ഇത് യാതൊരു നടപടിയും ഉണ്ടായില്ല. അറസ്റ്റ് ചെയ്ത ഒരു പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ ദുർബലമായ ചില വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. ലക്ഷ്മി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.